ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കേന്ദ്ര ഡ്യൂട്ടീസ്, അതായത് സെസ്, ഡീസൽ ഏകദേശം 10 മുതൽ 10ഓളം രൂപ, അതേപോലെ പെട്രോളിൻ്റെയും 10 മുതൽ 13 രൂപ വരെ, അതായത് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര ഗവൺമെൻറ്റിന് പോകുന്നതാണ്. അത് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി വളരെ ചെറിയ രീതിയിൽ മാത്രമേ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, അതായത് പെട്രോളിലും ഡീസലിനും ഉള്ളൂ. അപ്പം പല ആൾക്കാരും പല മലയാളത്തിലൊക്കെ ഉദ്ദേശിച്ച് പല ആൾക്കാരും യൂട്യൂബൊക്കെ ഉണ്ടപ്പോൾ അതെല്ലാം ആൾക്കാരുടെ, അതായത് മേടിക്കുന്ന കൺസ്യൂമേഴ്സിന് ഇത് കുറഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന ടാക്സാണ്. ഈ ടാക്സുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൻ്റെ എക്സൈസ് ഡ്യൂട്ടി കുറച്ചു. കാര്യം എന്താ ബേസിക്കലി കുറയ്ക്കാൻ? ഒരു ലിറ്റർ, അതായത് നമ്മൾ പെട്രോളോ ഡീസലോ വാങ്ങുമ്പോൾ, അതായത് പെട്രോളിയം കമ്പനികൾക്ക് നഷ്ടമെന്ന് പറയുന്നത് 26 മുതൽ 30 വരെ. ചിലതൊക്കെ ഡീസലാണെങ്കിൽ 1 ലിറ്ററിന് പെട്രോളിയം കമ്പനികൾ സഹിക്കുന്ന നഷ്ടമെന്ന് പറയുന്നത് 35 മുതൽ 40 രൂപയാണ് 1 ലിറ്റർ പെട്രോൾ ഡീസലിൻ്റെ നഷ്ടം. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ പറയുന്ന ക്രൂഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നില്ല, ചെറിയ മാറ്റമല്ല, ഭയങ്കര ഫ്ലക്ച്വേറ്റ് ചെയ്യുവാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം $110-115 ആകുമ്പോൾ പെർ ബാരൽ, ചില സന്ദർഭങ്ങളിൽ ഇന്ത്യക്ക് അടിയന്തര എമർജൻസിയാണ്, വാർലൈക്ക് സിറ്റുവേഷൻ പോലെയാണ്. ഏത് വില കൊടുത്തും മേടിച്ചേ മതി. അതെല്ലാം ഹൈസീന്ന് വാങ്ങുകയാണ്. ഇവിടുന്നോ പുറപ്പെടുന്നു, ഏതോ രാജ്യത്ത് പോകുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്, ഇപ്പം ചില യൂട്യൂബേഴ്സും ചില സാറ്റലൈറ്റ് മീഡിയയൊക്കെ ഇന്ത്യയുടെ കഴിവ് കൊണ്ട് റഷ്യയിൽ നിന്ന് ചൈനയിലേക്ക് പോയ ഈ പറയുന്ന ഷിപ്മെൻ്റ് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് ഇവിടെ നോൺസെൻസ്. ഇത് ബേസിക്കലി ആർക്കാണ് നമ്മളിപ്പോൾ ഒരു എഗ്രിമെൻ്റ് വന്നു കഴിഞ്ഞാൽ ആർക്കാണ് കോൺട്രാക്റ്റ് കൊടുക്കുന്നത്? വെസൽ ഓണേഴ്സിന്, അവർക്കാണ് ഈ കോൺട്രാക്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്, ഹൈസി എന്ന് പറയും. അതായത് സീക്ക് നടുക്ക് വെച്ച് ഇത് കച്ചവടം, കൂടുതൽ പണത്തിന് ഇത് കച്ചവടം നടത്താം. അതായത് ഇന്ത്യയിലെ ഈ ഓയിലിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല. ഈ പറയുന്ന ദീപാവലി സമയത്ത്, ഇന്ത്യയിലെ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഷുഗറിന് വലിയ ഡിമാൻഡ് കൂടും. ഇപ്പം ബ്രസീലിൽ നിന്നും ക്യൂബയിൽ നിന്നൊക്കെ വരുമ്പോൾ അത് ഹൈസിന്ന് കൂടുതൽ പണം കൊടുക്കുക, അത് ഇന്ത്യയിലോട്ട് വരുത്തുക, അത്രയേ ഉള്ളൂ. ഇതേപോലെ ഇതിൻ്റെ അകത്തെ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ $5 അല്ലെങ്കിൽ $10 അല്ലെങ്കിൽ $2 കൂടുതൽ കൊടുക്കുമ്പോൾ, കാരണം ഇത്ര മില്യൺ ബാരലാണ് ഈ പറയുന്നത്, ഹ്യൂജായിട്ടുള്ള സംഭവമാണ്. ഇതേപോലെ ക്രൈസിസ് വരുമ്പം ചില കമ്പനികൾ ഇഷ്ടം പോലെ പണമൊന്നും ഉണ്ടാക്കും. ഇതേപോലെ മീഡിയേറ്ററി ആയിട്ട് നിന്ന് അവിടെ കമ്മീഷൻ വാങ്ങി അവർ ഹൈസിയിൽ കച്ചവടം നടത്തി ഹ്യൂജായിട്ട് പണം ഉണ്ടാക്കും. അതാണ് ഈ സംഭവം. അതിന് നിങ്ങൾ പല രീതിയിൽ പല വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുക. പക്ഷേ ഇന്ത്യയിലെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. 90% നമ്മൾ പുറത്തു നിന്നാണ് ഈ സാധനം ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു കാര്യം പറയാം, ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ഇത് ക്രൈസിസ് ഉണ്ടാകും. LPG മാത്രമല്ല, ഇന്ത്യയിലെ ഡീസലിനാണെങ്കിലും പെട്രോളിയത്തിനാണെങ്കിലും ഇതിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകും. അക്യുറേറ്റായിട്ട് സംഭവിച്ചു. അതായത് ഈ പറയുന്ന കൂടുതൽ ദിവസമൊന്നും ആയില്ല. ഗവൺമെൻറ് പറയുന്ന 60 ദിവസത്തെ, അതായത് സ്റ്റോറേജ് ഉണ്ട്. ഇതൊക്കെ ചുമ്മാ കള്ളത്തരം പറയുന്ന 60 ദിവസത്തെ സ്റ്റോറേജൊക്കെ നമുക്കൊരു 20 വർഷം മുമ്പ് 60 ദിവസത്തെ സ്റ്റോറേജൊക്കെ നമുക്കുണ്ടായിരുന്നു. 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ്. പിന്നെ നമ്മുടെ ജനസംഖ്യ കൂടി, നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, എല്ലാ വീടുകളിലും കാറുണ്ട്. 2 വീലറും കാറും ഇല്ലാത്ത വീടുകളില്ല ഇന്ത്യയിൽ. ഇത് കൺസംഷൻ കൂടി. എക്കോണമി ഗ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ കൺസംഷൻ, എനർജി കൺസംഷൻ അനുസരിച്ചാണ് ഓരോ രാജ്യത്തിൻ്റെയും ഗ്ലോബൽ എക്കോണമിയുടെ സൂചി എന്ന് പറയുന്നത്. അതാണ് പ്രാഥമിക. കാരണം ഏറ്റവും കൂടുതൽ എനർജി സാധനം മേടിക്കുമ്പോഴാണ് എക്കോണമിയുടെ ആ പെൻഡിലും, അതായത് ഈ സ്വിച്ച് എന്ന് പറയുന്നത് മേപ്പോട്ടും താപ്പോട്ടും മാറുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ സംഭവിച്ചു. കാരണം ഇന്ത്യ ഗ്രോയിങ് എക്കോണമിയാണ്. ഇതിൻ്റെ ഡിമാൻഡ് ഭയങ്കരമാണ്. ഹൈ എനർജിയുടെ ഡിമാൻഡ് ഇല്ലാതെ എക്കോണമി ഗ്രോ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇന്ത്യൻ സിറ്റികളിൽ ഹൈദരാബാദ്, തെലുങ്കാന,
അതേപോലെ തന്നെ മഹാരാഷ്ട്ര, ചില വിദർഭ, പല ഗോവ, ഈ പല സിറ്റികളിലും അപ്പം പെട്രോൾ പമ്പുകൾ ഡ്രൈ ആയി, സ്റ്റോക്കില്ല. ഉള്ള സംഭവമാണ്. പക്ഷെ ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല. യാഥാർത്ഥ്യമാണ്. എത്രയോ പേര് പറയുന്നു, സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നു, ഈ സ്റ്റോക്കില്ല. ഇതാണ് സംഭവം ഉണ്ടായത്. അതാ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ എക്കോണമിക്ക് കിട്ടിയ വലിയൊരു സെറ്റ് ബാക്കാണ് ഈ സംഭവം. അതായത് ഇന്ത്യ പഠിച്ചിരിക്കേണ്ട പാഠമാണ്. അതായത് ഗ്ലോബലായിട്ടൊരു ഇഷ്യൂ, കോർമസ് പോലൊരു ഇഷ്യൂ, അല്ലെങ്കിൽ റഷ്യ പോലൊരു ഇഷ്യൂ ഒന്നും നമുക്ക് ഇഷ്യൂ ഉണ്ടായില്ല. കാരണം റഷ്യ ഉക്രൈനും വാറിനകത്ത് നമുക്ക് ഇഷ്യൂ, പക്ഷേ ഇഷ്യൂ ഉണ്ടായാലും യൂറോപ്പിന് ഇഷ്യൂ ഉണ്ടായി. കാരണം അങ്ങോട്ടുള്ള ഇതിൻ്റെ സ്പോക്ക് നിലച്ചു. നിങ്ങൾ നോക്കുക, ഈ പറയുന്ന ക്രൂഡിൻ്റെ വില ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഇത് വല്ലതും $150 1 2 മാസം നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയെ തടാന്ന് 10 വർഷത്തെ പുറകിലോട്ടങ്ങ് പോകരുത്, പുറകിലോട്ട് എടുത്തങ്ങ് അടിക്കും. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ കണ്ട കഴിഞ്ഞ 1 വർഷം കൊണ്ട് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. 2000, 1500, 1000 അല്ലെങ്കിൽ 900 താപ്പോട്ട് പോകും. ചില സന്ദർഭങ്ങളിൽ 200, 300 വരും. അടുത്ത ദിവസം വീണ്ടും താപ്പോട്ട് പോകും. അതായത് പോയി താപ്പോട്ട് പോവുകയാണ്. പല കാരണങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഔട്ട്ഫ്ലോ ഉണ്ട്. അതായത് ഇന്ത്യൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് പണം കൊടുക്കുകയാണ് തിരിച്ച് ഇന്ത്യയിലോട്ട്. അതായത് സെബിയിൽ വർക്ക് ചെയ്യുന്നൊരു സീനിയർ ഫിനാൻസ് മിനിസ്റ്ററുടെ ഉദ്യോഗസ്ഥൻ പറഞ്ഞ, ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ആളാണ് പറഞ്ഞത്, കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല, ഹ്യൂജായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അയാൾ പറയുന്നത്, ഗവൺമെൻറ് പറയുന്നത്, ഈ ഡാറ്റാ സെൻറ്റേഴ്സ്, ആമസോണിൻ്റെ ആണെങ്കിലും ഗൂഗിളിൻ്റെ ആണെങ്കിലും, ഇവരൊക്കെ ഡാറ്റാ സെൻറ്റേഴ്സ്, AI-യുമായിട്ട് ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ടായി. അതൊരു കോൺക്രീറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഡാറ്റാ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ വരുത്തുള്ളൂ. പക്ഷെ തിരിച്ചു പോകുന്നൊരു പോക്കുണ്ട്, മാസീവായിട്ട് തിരിച്ചു പോവുകയാണ്. അതിൻ്റെ കൂടെ ഈ ക്രൂഡിൻ്റെ ഷോക്ക്, വലിയ ഷോക്കാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ മൂവ്മെൻറ്റിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ്, ഇന്ത്യയുടെ എക്കോണമിയെ ഡീപ്പായിട്ട് ബാധിക്കുകയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ ജോബ് എൻഗേജ്ഡ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷനാണ്. അതായത് നിർമ്മാണ തൊഴിലാളികൾ, ഈ സംഭവത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിലേർപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് നമ്മുടെ തട്ടുകട, ഹോട്ടല്, റെസ്റ്റോറൻറ്റ്, പിന്നെ അവർക്ക് ആ സാധനങ്ങൾ വിൽക്കാൻ പോകുന്ന ഈ പറയുന്ന ഊബർ ഈറ്റ്സ് ആണെങ്കിലും സ്വിഗ്ഗി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ്. ആലോചിച്ച് നോക്കുക, റെസ്റ്റോറൻറ്റിനെ ബേസ് ചെയ്താണ് ഇവർ പോകുന്നത്. അപ്പം ഈ റെസ്റ്റോറൻറ്റിലെ മെനു, അതായത് ഈ സാധനങ്ങളൊന്നും ഇല്ല. അപ്പം പല റെസ്റ്റോറൻറ്റുകൾ അടച്ചു പൂട്ടി. അതൊന്നും വളരെ കുറച്ചേ തുറക്കുന്നുള്ളൂ. അപ്പം ഇത്ര ആൾക്കാർക്ക് ജോലിയില്ല. അപ്പം ആ ഒരു ഫ്ലോ ഒന്നില്ലാതായി. ഇത് ചെറിയ സംഭവമല്ല ഇത്. ഇവിടെയാണ് ബേസിക്കലി ഗവൺമെൻറ്റിൻ്റെ ഫോർകാസ്റ്റ് ചെയ്ത് ഫോർസി എന്ന് പറയുന്ന സാധനം ഇല്ലാതായി. ഇതൊക്കെ ഗ്രാജുവലായിട്ട് റൺ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെയാണ് അടി കിട്ടിയിരിക്കുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഓയിൽ ഷോക്ക്, ഗ്ലോബലായിട്ടുണ്ടായ ഓയിൽ ഷോക്ക്, ഹോർമസ്, ഈ ഇറാൻ വാറിനകത്ത് ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പെട്ടുകിടക്കുന്ന രാജ്യം ഇന്ത്യ. കാരണം ഇന്ത്യയുടെ ജനസംഖ്യ കൂടുതലാണ്, ഇന്ത്യയുടെ കൺസംഷൻ ലോകത്തിലെ 3-ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ പെട്രോളിയം ക്രൂഡ് കൺസംഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ. കാരണം എനർജി വളരെ എസെൻഷ്യൽ പാർട്ടാണ് ഇന്ത്യയിൽ, അത് ഗ്ലോബൽ എല്ലായിടത്തും. കാരണം പ്രത്യേകിച്ച് ഗ്രോയിങ് എക്കോണമി. ഇപ്പം ട്രാൻസ്പോർട്ടേഷനെ ബാധിക്കും, ഫുഡിനെ ബാധിക്കും, അതായത് സാധാരണക്കാരന് കൊടുക്കുക, അതിനെല്ലാം ഇത് ബാധിക്കാൻ പോവുക. ഇനി അതേപോലെ തന്നെ ഓയിൽ കമ്പനികൾ എടുക്കും, ഇത്ര നഷ്ടത്തിൽ പോകുന്നു. ഏകദേശം 1 വർഷം, 1 മാസം ഈ രീതിയിൽ ഏകദേശം $100, $110 പെർ ബാരലിന് ഓയിലിൻ്റെ പണം ഉണ്ടെങ്കിൽ ഈ കമ്പനികളുടെ നഷ്ടമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. റഫ്ലി കാൽക്കുലേറ്റ് ചെയ്യുക ഈ ഓയിൽ കമ്പനികളുടെ നഷ്ടം. കാരണം ഇതിൻ്റെ ചാർജ് കൂട്ടുന്നില്ല. ഇതിൻ്റെ ചാർജ് കൂട്ടിയാൽ തന്നെ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകും. കാരണം പെട്ടെന്ന് ഒരു ലിറ്റർ പെട്രോളിനും ഡീസലിനും 15, 20, 25, 30, അതായത് ഓയിൽ കമ്പനികൾ നഷ്ടത്തിൽ പോകാത്ത രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ
ഇന്ത്യയിലുണ്ടാകുന്ന ഇൻഫ്ലേഷൻ ആലോചിച്ച് നോക്കൂടി, ഹ്യൂജായിട്ട്. അങ്ങനെ വന്നു കഴിയുമ്പം ഇന്ത്യൻ കറൻസി ഒരു മാസം പോലും എടുക്കത്തില്ല. ഓയിൽ ചാർജ് കൂട്ടുവാണെങ്കിൽ ജനങ്ങളുടെ ഇന്ത്യൻ കറൻസി ഒരു മാസമൊന്നും എടുക്കില്ല, 100-ന് മേളിൽ കയറും. അത് ഇന്ത്യൻ കറൻസി ഏറ്റവും വീക്കായിട്ടും അങ്ങ് പോകും. അപ്പോൾ ഈ ഓയിൽ കമ്പനികളുടെ നഷ്ടം എത്ര? ഒരു മാസത്തെ നഷ്ടം എന്ന് പറയുന്ന റഫ്ലി കാൽക്കുലേറ്റഡ് ഈ കമ്പനികളുടെ പത്രസമ്മേളനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 26,000 കോടി മുതൽ 60,000 കോടി. കാരണം ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ഓയിലിൻ്റെ വില. ആ നഷ്ടത്തിലാണ് ഇന്ത്യൻ ഓയിൽ കമ്പനികൾ പോകുന്നത്, ഇത്രയും നഷ്ടം സഹിച്ച്. അതുകൊണ്ടാണ് ഈ ഓയിൽ കമ്പനികളിലെ സ്റ്റോക്കുകൾ മുഴുവൻ തകർന്നടിയുന്നത്. റിലയൻസിൻ്റെ പോലും സ്റ്റോക്കുകൾ താഴോട്ട് പോയി. ഇതാണ് മാസീവായിട്ടുള്ള എക്കണോമിക് ഇഷ്യൂ ഇന്ത്യയിലുണ്ടായി, ലോകത്തെല്ലായിടത്തും ഉണ്ടായി. പക്ഷെ ലോകത്തുണ്ടായിരിക്കുന്ന പല എക്കോണമിയിലും അവർക്കിത് തിരിച്ചു വരാൻ ഇന്ത്യ പോലെ മാസീവ് അല്ല. അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഈ പറയുന്ന രാജ്യങ്ങൾക്കൊക്കെ അവർക്കൊക്കെ റിസർവ് ഉണ്ട്, സ്റ്റോർ. പക്ഷെ ഇന്ത്യക്ക് ഈ സംഭവം, ഈ 60 ദിവസം എന്നൊക്കെ പറയുന്നത് വെറും ബ്ലണ്ടറാണ്. അതായത് 3-4 ദിവസം കഴിയുമ്പോൾ ഇന്ത്യയിൽ സ്റ്റോക്കിൻ്റെ കാര്യം കണ്ട്, LPG സ്റ്റോക്കിൻ്റെ കാര്യം കണ്ടു, ഗവൺമെൻറ് പെട്ടെന്ന് ഈ പറയുന്ന 14 ലിറ്റർ എന്ന് പറയുന്നത് ആ കിലോ എന്ന് പറയുന്നത് 12 ലിറ്റർ ആകുന്ന LPGയുടെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വിളിച്ചിട്ട് ടാക്സ്, ഗവൺമെൻറ് സെൻട്രലിലെ ടാക്സ് കട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അടുത്ത ഓപ്ഷൻ എന്തുവാ? ചാർജ് വർദ്ധിപ്പിച്ചേ മതിയാകത്തുള്ളൂ. ഇത് ഫർദർ ഈ പറയുന്ന ഗ്യാസിൻ്റെ, ഈ പറയുന്ന ഹോർമോൺസുമായി ബന്ധപ്പെട്ടും ഗ്ലോബലായിട്ടുള്ള കോൺഫ്ലിക്റ്റിങ്ങിനെ തുടരുകയാണെങ്കിൽ ഫർദർ ഈ ചാർജ് കൂട്ടിയേ മതിയാകത്തുള്ളൂ. ഇറാൻ്റെ കയ്യിലാണ് കംപ്ലീറ്റ് ഈ സംഭവം കയ്യിലിരിക്കുന്നത്. ഹോർമസ് അവരുടെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്. അവരും കംപ്ലീറ്റ് ആയിട്ട് ഇത് പ്രൊഹിബിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അവരുടെ കാർഗോ ഐലൻഡും അതേപോലെ ഫർദർ അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങൾ ഇതിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതവിടെ നിൽക്കട്ടെ, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇന്ത്യയുടെ കാര്യമാണ്, ഇന്ത്യയുടെ എക്കോണമി മാത്രമല്ല, ഒരു സാധാരണക്കാരൻ ഒരു ചായ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കടക്കാരനെ പോലും ബാധിക്കുന്ന രീതിയിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഡൽഹിയിലാണെങ്കിൽ തന്നെ ഈ പണ്ട് നമ്മൾ ഈ വിറകുമൊക്കെ വെച്ച് ചായയൊക്കെ വേണ്ട ചെറിയ ചെറിയ കടകൾ, അത് മുഴുവൻ ഈ ഗ്യാസിലോട്ടൊക്കെ, കാരണം ഇന്ത്യ സഫിഷ്യൻ്റ് ആയിട്ട് ഗ്യാസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ സംഭവത്തിലോട്ടങ്ങ് പോയി. പക്ഷെ നമ്മുടെ എനർജി സെക്യൂരിറ്റി എന്ന് പറയുന്നത് മോദി ഗവൺമെൻറ് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ വാർ തുടങ്ങി 5-6 ദിവസം കഴിയുമ്പോൾ ഇന്ത്യയിൽ ഇതേപോലെ പാനിക് സിറ്റുവേഷൻ ഉണ്ടാവത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. പല കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി കാണണമായിരുന്നു. ആ റിസർവ് ഒന്നും ഇല്ലാതെ പോയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇന്ന് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന വലിയ എമൗണ്ട് കൊടുത്ത്, കാരണം ഇന്ത്യയുടെ എമർജൻസി ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നടന്നു പോയേ മതിയാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ. അതുകൊണ്ടാണ് ചില ആൾക്കാർ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ പറയുന്നത് ലോക്ക്ഡൗൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എമർജൻസി ഉണ്ടാകാൻ. ഇതിൻ്റെ പോസിബിലിറ്റി ഒന്നും തള്ളിക്കളയരുത്. കാരണം ആ ഒരു രീതിയിലോട്ടാണ് ഗവൺമെൻറ് ഇത്. അതുകൊണ്ട് ഗവൺമെൻറ് പോവുകയും പെട്ടെന്ന് ഈ മുഖ്യമന്ത്രിമാരുടെ മീറ്റിംഗ് വിളിച്ചു വരുത്തി, കാരണം പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അങ്ങനെ സിറ്റുവേഷനിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ദൂരത്തുനിന്ന് അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നും നോർവേയിൽ നിന്നും, അതായത് യൂറോപ്യൻ രാജ്യം നിന്ന് കൊണ്ടുവരുമ്പോൾ ഇത് മാച്ച് ചെയ്യാൻ സമയമെടുക്കും. ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഷെൽഫിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതല്ല. അപ്പം അതിനതിൻ്റെ ഒരു കോൺട്രാക്ച്വൽ ടൈമും ആ പീരിയഡ്സൊക്കെ എടുക്കും. അപ്പം ആ ഒരു സന്ദർഭത്തിന് വേണ്ടി ഇങ്ങനെ നോക്കുവാണ്. ഇങ്ങനെയാണ് വാറ് മുന്നോട്ട് പോകുക. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഗ്ലോബലായിട്ട് കുറഞ്ഞു. അതായത് ഖത്തറാണ് ഏറ്റവും കൂടുതൽ LPGയും CNG ഒക്കെ തരുന്ന രാജ്യം. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ ഏകദേശം ഒരു 30-40% കുറച്ചിരിക്കുകയാണ്. പല രാജ്യങ്ങളും കുറച്ചിരിക്കുകയാണ്. അതേപോലെ ഇറാൻ്റെ സാധനങ്ങൾ പോലും, അതായത് അവരുടെ LNG ആണെങ്കിൽ, അവരുടെ ഗ്യാസ് ആണെങ്കിൽ, അത് ഏറ്റവും കൂടുതൽ ചൈനയിലോട്ടാണോ, ഈ ഷാഡോ ഷിപ്പിലാണ് പോകുന്നത്. അതുപോലെ ഇന്ത്യൻ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ നീഡ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. ഇന്ത്യയിലെ സാധാരണക്കാരനെയും ഗവൺമെൻറ് ഈ പറയുന്ന ചില കാര്യങ്ങളിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. അതായത് കൃത്യമായിട്ട് പറയാൻ ഇന്ത്യയിൽ ഇതിന് ഷോർട്ടേജ് ഉണ്ട്. അതിനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ പല പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം എനർജി സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ അതായത് മുന്ന് പലതും നമ്മൾ നോക്കിക്കണ്ടില്ല. അതാണ് ഈ സിറ്റികളിലൊക്കെ കാണുന്ന വെപ്രാളവും പരിഭ്രാന്തി. അല്ലാതെ ഇതിന് ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ഇത് വില കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഒന്നടങ്കം വലിയ രീതിയിൽ ശത്രുതയിലായി മാറും. അതുപോലെ ഇലക്ഷൻ ടൈമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് കൂട്ടുക. പക്ഷേ എന്ന് ഇലക്ഷൻ കഴിയുന്നു ഇതിൻ്റെ റേറ്റ് കൂട്ടുക. കാരണം ഹ്യൂജായിട്ടാണ് പെട്രോളിയം കമ്പനികൾ വലിയ നഷ്ടത്തിനാണ് ഈ സംഭവം വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ കറൻസിയുടെ കാര്യം പറയാം, സ്റ്റോക്ക് മാർക്കറ്റ് പോലെ
ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് അതായത് ബ്ലണ്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ വളരെയധികം മോശമായിട്ട് പോകുന്നു. ഇന്ത്യ ഗവൺമെൻറ് RBI വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് ഈ ഡോളർ മാർക്കറ്റിൽ വിറ്റിട്ട് ഇത് പിടിച്ചു നിർത്താൻ വേണ്ടി. കാരണം പൂർണ്ണമായി ഇത് എങ്ങനെ നടക്കും, അതൊന്നും നടക്കുന്നില്ല. RBIൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ത്യൻ കറൻസി താപ്പോട്ട് പോവുകയാണ്. ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പോകുന്നു. അതേപോലെ തന്നെ ഈ ഫോറിൻ എക്സ്ചേഞ്ചുമായി ഈ ക്രൂഡ് വാങ്ങാൻ വേണ്ടി നമ്മൾ ഈ കൊടുക്കേണ്ട ഡോളറിലാണ്. റഷ്യ നേരത്തെ ദിറംസ് അതൊക്കെ പറഞ്ഞു, പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഡോളറിൽ മാത്രമേ മാർക്കറ്റ് റേറ്റിലാണ് റഷ്യ വാങ്ങുന്നത്. അതായത് ഒരു രാജ്യവും നമുക്കിപ്പോൾ സഹായത്തിനില്ല. ഇതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ഡിപ്ലോമസി ചില കാര്യങ്ങളിൽ വലിയ പരാജയമാണ്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ പറയുന്ന ക്രൂഡുമായി ബന്ധപ്പെട്ടും വെസ്റ്റ് ഏഷ്യൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടും നമുക്ക് പലതും ടാക്കിൾ ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ചതിന് അപ്പുറത്തോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊരു സാധാരണക്കാരൻ, അതായത് LPG ആണെങ്കിലും പെട്രോളാണെങ്കിലും ഡീസലാണെങ്കിലും ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷനാണ് അതായത് ബാധിക്കുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്.